Beautiful country, but it's very crazy. It's hot. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനല്. ഈ ഒരു വ്ളോഗിന്റെ മുന്നേ ഓർമ്മയുണ്ടോ? പഴയ ഒരു ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല, നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും വിശേഷങ്ങളുമായിട്ട് കാണാം. ഹലോ ഹലോ ഹലോ. ഇപ്പോൾ നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ എക്സ്മോർ എന്ന് പറഞ്ഞിട്ട് ഒരു നാഷണൽ പാർക്കിലോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 45 to 1 hour നമ്മുടെ വീടിൻ്റെ അവിടുന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ലൂട്ടനീന്ന് വന്നിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. യുവിക്കുട്ടൻ ഓൾറെഡി ഒരു വട്ടം പോയിട്ടുണ്ട്, പക്ഷെ അന്ന് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ യുവിക്കുട്ടൻ ഉറങ്ങി. പോകുന്ന വഴിക്ക് ഒരുപാട് ആപ്പിൾ മരങ്ങൾ കാണുന്നുണ്ട്, നിറയെ ആപ്പിൾ പിടിച്ച് കിടക്കുന്നു. അതുകൊണ്ട് ഈ വീടുകളൊക്കെ കണ്ടോ. നമ്മളവിടെ യൂഷ്വലി കാണുന്ന വീട്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാവരും അവിടെ നിന്ന് ഒന്നിച്ചിറങ്ങിയെങ്കിലും ഇപ്പം പലരും പല വഴിയായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 3 മൈലിനപ്പുറം ഫ്രണ്ട്സ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് ഒന്നിച്ച് പോകാനാണ് തീരുമാനം. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണുന്നത്. നമ്മൾ ഇതിനു മുന്നേ വന്നപ്പം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടി തണുപ്പുള്ള സമയമായിരുന്നതുകൊണ്ട് കുറച്ചൊന്നും നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം എന്താണ്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കുറേ നല്ല വ്യൂ ഉണ്ട്. യുവിക്കുട്ടൻ അഖിൽമാമൻ്റെ കൂടെ ചമ്പ 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 ഹായ് പറ. ഹായ്. അതുകൊണ്ട് അവിടെ ഒരു അനന്ത വ്ളോഗർ നടന്നു വരുന്നു. ഹലോ, എനിക്കൊരു ചാനലുണ്ട് കേട്ടോ, ചെറിയൊരു ചാനൽ. ചേച്ചി ഇക്കായി, ഞാൻ ചേച്ചി ഇക്കായി കാണിച്ചു. പിന്നെ ഇത് ഫർഹാൻ ഇബിനും ഒരു ചെറിയ ചാനലുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവര് കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യുക. നിഖിൽ ചേട്ടൻ ഹലോ ഹായ്. ഹലോ അങ്ങനെ അവസാനത്തെ വണ്ടിയും എത്തി. ഇവർക്കിടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയിരുന്നു. അയച്ചു എത്തി ആണ്ടിരിക്കുന്നു. ഹലോ. അയച്ചു ഭയങ്കര ഉറക്കമായിരുന്നു. യുവിക്കുട്ടൻ ലൂസി ആൻറ്റിയുടെ കൂടെ വരുന്നു. നിങ്ങൾ മാച്ചിങ് ആണ്. ഹലോ. യുവിക്കുട്ടൻ ഇന്ന് മൂഡ് ശരിയല്ല. എന്താ ചിരിക്കാത്ത? നിന്റെ ട്രേഡ് മാർക്ക് ചിരി എന്ത്? നേരത്തെ പോയിന്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നേക്കുവാണേ. ഇവിടെ കണ്ട താഴേക്ക് നേരെ പോകുമ്പോൾ അത് ദൂരെ കാണുന്ന കടലാണ്. നല്ല ഭംഗിയാണ്. നേരെ നടന്ന് നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ വരുന്നത് നടന്ന് താഴെ വരെ പോയി കഴിഞ്ഞാൽ അവിടെ ബീച്ച് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അന്ന് അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം തിരിച്ച് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി ഒരു 8 മൈലും കൂടി ഉള്ളൂ നമ്മുടെ
ഇട്ടിട്ടൊന്ന് ഇറങ്ങി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത് നിർത്താനുള്ള ഇത് അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും അതിങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. തൊട്ടപ്പുറത്തെ സൈഡ് ബീച്ചാണ്. നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതാണ്ട് നമ്മള് സ്പോട്ട് എത്തി. ബീച്ച് അന്ന് വന്നപ്പോൾ ഇത്രയും വെള്ളം ഇത്രയും കയറിയിട്ടില്ലായിരുന്നു. ഇതിപ്പം നല്ലതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ താണ്ടെ ഇതിനകത്ത് കയറാനാണ് ഞങ്ങളെല്ലാവരും ക്യൂ നിൽക്കുവാണ് ഇവിടെ. ഇതെന്തേ കാണിക്കുന്നേ? ഹലോ ഹലോ ഹലോ. അതും എടുത്ത് വായി വെക്കുവാണോ? ഇതെന്താ ഭയങ്കര വിഷമല്ലോ എന്റെ കുഞ്ഞിന്. കുഞ്ഞിന്റെ ഉറക്കം ശരിയാവുന്നില്ല. എന്റെ കുഞ്ഞിനെ നേരത്തെ ഉറക്കണം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനല്. ഇവിടെയുള്ള സ്ഥലം പോയിച്ചനോ? പിള്ളേരെന്ന് പറഞ്ഞപ്പോ നിച്ച് പോയിച്ചനോ? നോക്കി ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ താണ്ടെ അവിടുത്തെ ടൗൺ സെൻറ്ററിലോട്ട് നടക്കുവാണ്. യുവിക്കുട്ടനും വാപ്പയും താണ്ടെ പിറകെ തന്നെ ഉണ്ട്. യുവിക്കുട്ടനാണെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും ഭയങ്കര ഡള്ളായിരുന്നു. ആൾക്ക് ചെറിയ പനിയുടെയൊക്കെ അസ്വസ്ഥത ഉണ്ടായത് കൊണ്ട് ഒരു ചിരിയും കളിയും ഒന്നും ഇല്ലായിരുന്നു. മൊത്തത്തിലൊരു മൂഡ് ഓഫ് ആയിട്ടായിരുന്നു അന്ന് ആളിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ നല്ല അടിപൊളി ഒരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിന്നു. നമ്മളിതിന് മുന്നേ വന്നപ്പം കുറേ ഫോട്ടോസ് എടുത്തിട്ടുള്ളത് കൊണ്ട് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. യൂട്യൂബിലേക്ക് വേണ്ടി കുറച്ച് ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താണ്ടെ ഇതാണ് കേട്ടോ ലിൻഡൻ ടൗണ്. നമ്മൾ നിൽക്കുന്ന ഇതാണ് ലിൻഡൻ ടൗണ്. അവിടെ ഒരു കുഞ്ഞ് കാസ്റ്റിൽ കാണുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ആ കാസ്റ്റിൽ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാസ്റ്റിലാണ്.
അപ്പോൾ ഇതാണ് കേട്ടോ ആ കാസ്റ്റിൽ. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് വളരെയധികം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന്. എനിക്കിതിൻ്റെ ഹിസ്റ്ററി വലുതായിട്ട് അറിയില്ല. പിന്നെ ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഫോണിൽ കാണുന്നതിനെക്കാട്ടിയും അടിപൊളിയാണ് നേരിട്ട് കാണാൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ദാണ്ട് നമുക്ക് ഈ എഡ്ജിൽ വന്ന് നിൽക്കുമ്പം താഴെ കടൽ കാണാൻ പറ്റും. കടൽ മാത്രമല്ല, അവിടെ ദാണ്ട് ഒരു പാലസ് പോലെ വലിയൊരു ബിൽഡിങ്. എനിക്ക് തോന്നുന്നു ഇത് ഹോട്ടൽ എന്തോ ആണെന്ന് അറിയില്ല കറക്റ്റ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ നിന്നുള്ള ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ മേളിലായതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിക്കുട്ടൻ താഴെ വശം നിൽക്കുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരുന്ന ആൾക്ക് മേളിലെത്തിയപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പിന്നെ നമ്മൾ മൂന്നുപേരും കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ളവരടുത്തൊക്കെ തിരിച്ചു പോയി. സ്പോൺസർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഐസ്ക്രീംസ് വാങ്ങുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയില്ല, ബിക്കോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ കോൾഡിൻ്റെ സിംറ്റംസ് വീട്ടിൽ വെച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഐസ്ക്രീമും കൂടി കഴിച്ചത് കൂട്ടണ്ടെന്ന് കരുതി ഞങ്ങളത് വാങ്ങിയില്ല. ഭർത്താക്കന്മാരിങ്ങനെ കൊച്ചുങ്ങളെ കൊണ്ട് നടക്കുന്നു, ഭാര്യമാരിങ്ങനെ ചെവിക്ക് പിടിക്കില്ല, അവന്റെ കൈക്ക് പിടിക്കില്ല. എനിക്ക് തൊണ്ടവേദനയാണ്. ഹലോ ഗായ്സ്, അത് സംഭവം ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഞാനത് ഉപ്പിട്ട് വെള്ളം കൊണ്ടിട്ടാണ് റെഡിയാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബേബീസുള്ള ടീംസ് മാത്രം തിരിച്ച് റെയിൽവേയിൽ തന്നെ താഴോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. കാര്യം ഞങ്ങളുടെ സ്ട്രോളേഴ്സൊക്കെ ഓൾറെഡി താഴെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും പയ്യെ നടന്ന് വരാമെന്ന് പറഞ്ഞു. കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേയിൽ തന്നെ പോയി. 3 years. I love it. It's a crazy country. It's a beautiful country, but it's very crazy. It's hard to get any sleep. yeah, it's always vibrant. Yeah, crazy. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ട്രെയിൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആവുന്നത് 1888 അപ്പോൾ ഈ ലിൻഡൻ ആൻഡ് ലൈൻമൗത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഈ ലിൻഡനും ലൈൻമൗത്തും രണ്ട് ടൗണാണ്. അപ്പോൾ ഈ 2 ടൗണിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വലിയൊരു ക്ലിഫ് നിൽക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ 2 ടൗണുകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പണ്ട് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അവർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നതായിരുന്നു ഈ റെയിൽവേ. പിന്നെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയതാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിൻ ജനറേറ്റ് ചെയ്യുന്നത് വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ. അപ്പം മൊത്തത്തിൽ ജലത്തിൻ്റെ ഒരു സഹായം വെച്ചിട്ടാണ് ഈ ട്രെയിൻ ഓടുന്നത്. പിന്നെ ദാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ലൈൻമൗത്ത് ടൗണ്. നമ്മൾ മേളിൽ കണ്ടതാണ് ലിൻഡൻ ടൗൺ. അപ്പം നമ്മൾ ദാണ്ട് തിരിച്ച് ലൈൻമൗത്ത് ടൗണിലോട്ടാണ് ഇറങ്ങുന്നത്. നമ്മുടെ സ്ട്രോളറൊക്കെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തൊട്ടിപ്പുറത്ത് ബീച്ചാണ്. വെള്ളം കണ്ടോ? വെള്ളം കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ബീച്ച് കണ്ടോ? ബീച്ച് കണ്ടോ? ഉറക്കം വരുന്നു തോന്നുന്നു. ഭയങ്കര സാഡ്. ഉറക്കം വരുന്നെങ്കിൽ അവരെയൊക്കെ താത്തങ്ങ് ഉറക്കിയാലോ? എനിക്ക് തോന്നുന്നു ഉറക്കാം. എല്ലാവർക്കും ആ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്.
ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സൺസെറ്റും കൂടെ ഉണ്ട് അവിടെ. ഉണ്ടോ ഗ്രീൻ ബ്ലൂ ബ്ലൂ ഗ്രീൻ. ഐക്കിന് പാലൊന്നും വേണ്ട, ബാക്കി എന്ത് കിട്ടിയാലും ഐക്ക് കഴിക്കും. ഞങ്ങൾ ഐഡിയ ഞങ്ങൾ തമ്മിലാണ്. അല്ല ഞങ്ങൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയിലേക്കാണ് വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത്, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കയറാം, അപ്പൊ ചേച്ചിയുടെ ചാനലിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ താണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ നടന്ന് ഷോപ്പിലോട്ടൊക്കെ പോവാണ്. എന്ത് വേളമാണ് ഇത്? എന്ത് അയ്യേ. അപ്പം നമ്മൾ മേളിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈവനിങ് 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ മിക്ക ഷോപ്പുകളും 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. പിന്നെ അന്ന് അത്യാവശ്യം 9-9:30 വരെ ഡേ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ ചുമ്മാ കാണാൻ പറ്റി. ഷോപ്പിലൊന്നും കയറാൻ പറ്റിയില്ല, എല്ലാം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ക്ലോസ് ആയിപ്പോയി. അവിടെ നല്ല സ്വീറ്റ്സൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഉദ്ദേശിച്ചായിരുന്നു പെട്ടെന്ന് ഇറങ്ങി വന്നേ, പക്ഷേ അപ്പോഴത്തേക്കും എല്ലാം അടച്ചുപോയി. നമ്മൾ മേളിൽ ആ ചർച്ചിൻ്റെ എഡ്ജിൽ നിന്ന് കണ്ടത് ഈ ഒരു ഭാഗത്തെ വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് നോക്കിയപ്പം ആ പാലസ് പോലത്തെ ആ ഒരു വലിയ ഹോട്ടലൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡേ കഴിഞ്ഞു. നമ്മളെല്ലാവരും അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു കേട്ടോ. വല്ലപ്പോഴുമാണ് ഇങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് ഒത്തുകൂടുന്നത്. ആ സമയത്ത് ഇതുപോലെ ചെറിയ ട്രിപ്പുകളൊക്കെ വരുമ്പോഴും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതിൻ്റെ ഹാപ്പിനെസ് വേറെ ലെവൽ തന്നെയാണ്. അപ്പം ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.